വിക്രമും വേദയും പുതിയ തുടക്കത്തിലേക്ക്. പവിത്രൻ ടു പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സേതുലക്ഷ്മി വേദയെ തരുൺ ഒരു കാലത്ത് മുഴുവൻ ചിലവഴിച്ചുന്ന ഒരു മുറിയുണ്ട് അവിടേക്ക് കൊണ്ടുപോകുവാണ്. അവിടെ വേദ കാണുന്നത് നിറയെ ബുക്സും എല്ലാം നിറഞ്ഞിരിക്കുന്നതാണ് കാണുന്നത്. സേതുലക്ഷ്മി പറയാണ്, മോള് LLB കഴിഞ്ഞതാണെന്ന് എനിക്കറിയാം. അതുമാത്രം പോരാ, മോളുടെ ലക്ഷ്യങ്ങൾ നിറവേറണമെങ്കിൽ ആവുമായിരിക്കും, പക്ഷെ അതിന് കുറേ കാലങ്ങൾ വേണ്ടിവരും. അതുകൊണ്ട് മോള് ഈ വരുന്ന എക്സാം എഴുതണം, ഒരു കളക്ടർ ആവണം, സോഷ്യൽ സെക്യൂരിറ്റി മോൾക്ക് വേണം, എങ്കിലേ മോൾക്കും കുഞ്ഞിനും ജീവിക്കാൻ കഴിയുള്ളൂ. എന്നിട്ട് എല്ലാ കാര്യങ്ങളും തരുണിനോട് നമുക്ക് തുറന്നു പറയാമെന്നെല്ലാം സേതുലക്ഷ്മി പറയാണ്. പിന്നീട് സേതുലക്ഷ്മിയുടെ വാക്കുകൾ കേട്ട് വേദ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ വിക്രം ആൻഡ്രോസിനോട് താൻ ഇനി വിഷമിച്ചിരിക്കില്ല എന്നും അച്ഛന് എനിക്കൊരു നല്ല സർട്ടിഫിക്കറ്റ് നേടി കാണിച്ചു കൊടുക്കണമെന്നും ഇത് കേട്ട് ആൻഡ്രോസിന് ഒത്തിരി സന്തോഷമാകുന്നുണ്ട്. ഞാൻ നിനക്ക് ലൈബ്രറി ചാർജ് തരാമെന്നെല്ലാം പറയാണ്. അതുപോലെ ബുക്സ് എല്ലാം ഞാൻ എത്തിച്ചു തരാം എന്നും ആൻഡ്രോസ് പറയുന്നുണ്ട്. പിന്നീട് തരുണിൻ്റെ വീട്ടിലാവട്ടെ വേദ എക്സാമിന് വേണ്ടി തയ്യാറെടുപ്പിലാണ്. അതുപോലെ തന്നെ വിക്രം ജയിലിൽ ഇരുന്നു കൊണ്ട് എക്സാംസും എഴുതാനുള്ള തയ്യാറെടുപ്പിലുമാണ്. എക്സാം എഴുതി വേദയുടെ പേര് ലിസ്റ്റിലുണ്ടെന്ന് തരുൺ വന്ന് വീട്ടിൽ പറയുന്നു. പിന്നീട് വേദ ട്രെയിനിങ്ങിനായി പോകുവാണ്. അവിടെ നിന്ന് ട്രെയിനിങ് പകുതിയാവുമ്പോഴേക്കും വേദ അച്ഛനെ വിളിക്കുന്നു. ഞാനിവിടെയുണ്ട്, അച്ഛനെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞാണ് വേദ വിളിക്കുന്നത്. അങ്ങനെ വേദയുടെ അച്ഛൻ വേദയെ കാണാൻ അവിടെ എത്തുവാണ്. വേദയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, നീ ഇത്രയും കാലം എവിടെയായിരുന്നു, എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. വേദ പറയാണ്, അച്ഛൻ ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കരുത്, എനിക്ക് ഇപ്പോൾ ഒന്നും തുറന്നു പറയാൻ പറ്റില്ല എന്നെല്ലാം പറയാണ്. എൻ്റെ ലക്ഷ്യം ഇപ്പോൾ ഇതാണ്, സിവിൽ സർവീസാണ്, ഇത് കംപ്ലീറ്റ് ആക്കണം. അതിന് ശ്രീനിവാസൻ എൻ്റെ പിറകിൽ പാടില്ല. അതുകൊണ്ട് അവനെ എന്നിൽ നിന്നും കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തണം. അതിന് അച്ഛൻ എന്നെ സഹായിക്കണം എന്നെല്ലാം വേദ പറയാണ്. അങ്ങനെ വേദയും അച്ഛനും ചേർന്ന് ശ്രീനിവാസനെതിരെയുള്ള കരുക്കൾ നീക്കുവാണ്. പിന്നീട് വേദയ്ക്ക് ക്ലാസ് തുടങ്ങാനായി എന്ന് പറഞ്ഞ് വേദ അവിടെ നിന്ന് വേഗം പോവുകയാണ്. വേദയുടെ അച്ഛനും അവിടെ നിന്ന് മടങ്ങുന്നതാണ് കാണിക്കുന്നത്. തരുണും സേതുലക്ഷ്മിയും എല്ലാം വേദയെ കാണാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ലീവ് കിട്ടുമ്പോൾ വേദയാണെങ്കിലും കുഞ്ഞിനെ കാണാൻ വീട്ടിലേക്കെല്ലാം പോകുന്നതെല്ലാം കാണാം കേട്ടോ നമുക്ക്. പിന്നീട് ശ്രീനിവാസൻ വിളിച്ച് വേദയുടെ അച്ഛൻ കാണാൻ പോകുന്നുണ്ട് മകനെ. നിങ്ങൾ ഇന്നലെ ഒരിടത്ത് പോയതെല്ലാം ഞാൻ അറിഞ്ഞു, ആരെ കാണാനായിരുന്നു എന്നെല്ലാണ് ശ്രീനിവാസൻ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാതിരിക്കില്ല വേദ എവിടെയാണെന്നെല്ലാം എന്ന് ശ്രീനിവാസൻ പറയുന്നുണ്ട്. എനിക്കറിയില്ല വേദ എവിടെയാണെന്ന്, പക്ഷെ അവൾ വരുമെന്ന് എനിക്കറിയാം. അങ്ങനെ വേദ പറഞ്ഞതനുസരിച്ച് വേദയുടെ അച്ഛൻ ശ്രീനിവാസനോട് പറയാണ്, ഞാൻ നിനക്ക് എന്തായാലും എൻ്റെ സ്വത്തുക്കളെല്ലാം എഴുതി തരാം, മുത്തശ്ശൻ പറഞ്ഞതനുസരിച്ച്. വേദ ഏതായാലും ഇതുവരെ വന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞാണ് കേട്ടോ അങ്ങനെ എഴുതി കൊടുക്കാൻ പോകുന്നത്. വേദയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെല്ലാം. അത് കേട്ട് ശ്രീനിവാസന് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ഇത് വേദയുടെ അച്ഛൻ്റെയും ഒരു കെണിയാണെന്ന് ശ്രീനിവാസൻ അറിയുന്നില്ല. അങ്ങനെ അത് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ വേദയുടെ അച്ഛൻ. പിന്നീട് കാണിക്കുന്നത് വേദയും സേതുലക്ഷ്മിയെയാണ്. അവിടേക്ക് തരുൺ വരികയാണ്. തരുണിന് സ്ഥലം മാറ്റി കിട്ടിയേക്കാണ്. ആ ലെറ്റർ കൊണ്ടുവന്ന് സേതുലക്ഷ്മിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നുണ്ട് തരുൺ. അങ്ങനെ അവരവിടെ നിന്ന് വീട് മാറുകയാണ് തമിഴ്നാട്ടിലേക്ക്. പിന്നീട് കാണിക്കുന്നത് ജയിലർ ആൻഡ്രോസ് വിരമിക്കുന്ന ചടങ്ങാണ് കാണിക്കുന്നത്. അവിടെ വെച്ച് ആൻഡ്രോസിന് അണിയിച്ച പൊന്നാട ആൻഡ്രോസ് വിക്രമിനെ അണിയിക്കുകയാണ്. പൊളിറ്റിക്സിൽ ബിരുദാനന്തര ബിരുദം നേടിയതിന് അഭിനന്ദിക്കുന്നുമുണ്ട് ജയിലർ. പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛനരികിലേക്ക് നരേന്ദ്രൻ എന്ന ഉദ്യോഗസ്ഥൻ വരുന്നതാണ്. അയാൾ വേദയുടെ അച്ഛനോട് എസ്റ്റേറ്റിലുണ്ടായിരുന്ന ജോബിന്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. ഈ ജോബിന്റെ വീടെല്ലാം റെയ്ഡ് ചെയ്യേണ്ട ആവശ്യം വന്നു, അതിൽ നിന്ന് ഒരു ക്യാമറ കിട്ടിയിട്ടുണ്ടെന്നെല്ലാം പറയാണ്. അത് സാർ അന്വേഷിക്കുന്ന സാറിന്റെ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പറയാണ് നരേന്ദ്രൻ. എന്താണത്? വിക്രം സുധാകരന്റെ കേസുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. 5 വർഷം മുൻപ് വനവകുപ്പിൽ നിന്ന് നഷ്ടപ്പെട്ട ക്യാമറ അത് ജോബിന്റെ വീട്ടിലുണ്ടായിരുന്നുവെന്നും അത് നല്ലൊരു തെളിവാണ് വിക്രമിന്റെ കേസിനെന്നെല്ലാമാണ് പറയുന്നത് നരേന്ദ്രൻ എന്നുള്ള ഉദ്യോഗസ്ഥൻ. അന്ന് ആ മലയുടെ മുകളിൽ വെച്ചുണ്ടായത് എല്ലാം ആ ക്യാമറയിൽ റെക്കോർഡായിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അത് എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് സാർ എന്നാണ് നരേന്ദ്രൻ പറയുന്നത്. അത് കഴിഞ്ഞ് വിക്രമിനെ കാണാൻ ജയിലിലേക്ക് പോവുകയാണ് വേദയുടെ അച്ഛൻ. കേസ് വീണ്ടും റീഓപ്പൺ ചെയ്യണം, നമ്മൾ തന്നെ ജയിക്കുമെന്നെല്ലാം വിക്രമിനോട് പറയാണ് വേദയുടെ അച്ഛൻ. ആ സമയം വിക്രം ചോദിക്കുന്നുണ്ട്, അച്ഛൻ വേദയെ കണ്ടിരുന്നോ, അല്ലെങ്കിൽ വേദ എവിടെയാണെന്ന് വല്ലതും അറിയുമോ? എന്നാൽ ഒന്നും പറയുന്നില്ല വേദയുടെ അച്ഛൻ. വിക്രം പുറത്തിറങ്ങുന്ന ആ സമയത്ത് വേദയും ഉണ്ടാകും അവിടെ എന്നാണ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് തരുണിനെയാണ്. തമിഴ്നാട്ടിൽ പുതിയതായി ജോയിൻ ചെയ്യാണ്. ആ സമയം തന്നെ തരുണിൻ്റെ അടുത്തേക്ക് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറയാണ്, ഇപ്പോൾ അടുത്ത് ഇറങ്ങിയില്ലേ ഇവിടുത്തെ മെയിൻ ക്രിമിനൽ ദേവരാജ്, അയാളുടെ പേരിൽ വീണ്ടും ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്, അവിടേക്ക് സബ് കളക്ടറും കൂടെ പോയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ട് ഞെട്ടിയിരിക്കുകയാണ് തരുൺ. അവിടെ വെച്ചാണ് തീരുന്നത്. ഇതിപ്പോൾ 2 പാർട്ടാണ് ഇട്ടിരിക്കുന്നത്.
ഇനി നെക്സ്റ്റ് 3 പാർട്ടും കൂടെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് വേഗം തന്നെ വരാം. ഇന്ന് തന്നെ അതും അപ്ലോഡ് ചെയ്യാൻ നോക്കാമേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയെ കുറിച്ചൊന്ന് കമൻറ്റും കൂടി ഇടണം.